നമ്മുടെ ലൈഫിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളോട് തന്നെ ചോദിച്ചിരിക്കേണ്ട ഒരു 4 ക്വസ്റ്റ്യൻസാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഗോൾ? എന്താണ് എൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളതാണ്. പലർക്കും പലതരത്തിലുള്ള ലക്ഷ്യങ്ങളാവാം. ചിലർക്ക് ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് അച്ചീവ്മെൻറ്റ് നേടണം, ഒരുപാട് പണം സമ്പാദിക്കണം, അതുപോലെ എനിക്ക് കാറ്, വീട്, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുണ്ടാവാം. ചിലർക്ക് അത് ലൈഫിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരായിരിക്കാം. അതായത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളെല്ലാം പോയി കാണണം, പല പല സ്ഥലങ്ങൾ കാണണം, അങ്ങനെ ലൈഫിനെ കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, ഒരുപാട് ഇന്നൊവേഷൻസ് നടത്തണം, അതിലൂടെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടണം, അങ്ങനെ ഒരു പർപ്പസുള്ള ആളുകളുണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ, അതായത് ഗീവ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവരുണ്ടാവാം. അതിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ട്. സോ ഇത് എല്ലാം കൂടി ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണോ എൻ്റെ ഒരു ഹാപ്പി പ്രോസ്പെറസ് സ്പിരിച്വൽ ലൈഫ് സ്റ്റൈലാണോ ഞാൻ ലീഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? അങ്ങനെ എന്തും നമുക്ക് ഒരു പ്രധാനപ്പെട്ട നമ്മളുടെ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ചോദിക്കുക, വൈ ഡു യു നീഡ് ടു അച്ചീവ് ഇറ്റ്? നീ എന്തിനിത് നേടണം? എൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ഫാമിലിയെ പ്രൗഡാക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് ഒരുപാട് ആളുകളിലേക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരുപാട് ആളുകളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താണ് നമ്മുടെ ഒരു വൈ ഫാക്ടർ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം നമ്മുടെ വൈ ഫാക്ടറാണ് നമ്മളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ ചെന്നെത്തിക്കാനായിട്ട് സഹായിക്കുന്നത്. സോ നമ്മുടെ ഒരു വൈ ഫാക്ടർ നമ്മൾ സ്ട്രോങ് ആക്കി വെക്കുക, അതിനൊരു പർപ്പസ് അല്ലെങ്കിൽ ഒരു റീസൺ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ വൈ ആർ യു നോട്ട് ഏബിൾ ടു അച്ചീവ് ഇറ്റ്? നിനക്ക് എന്തുകൊണ്ടാണ് അത് ചെയ്യാനായിട്ട് സാധിക്കാത്തത്? നിനക്ക് ഇപ്പോൾ നിൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് നിനക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ലേ? എൻ്റെ കംഫർട്ട് സോൺ പൊട്ടിച്ച് എനിക്ക് പുറത്തോട്ട് പോയി അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലേ? എന്താണ് നിനക്കതുകൊണ്ട് നേടാനായിട്ട് സാധിക്കാത്തത്? നിൻ്റെ ആ ആഗ്രഹം എന്തുകൊണ്ട് നിനക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുക. ഇനി ഇത് നമ്മൾ ആ ഒരു ക്വസ്റ്റിന് ആൻസർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് വേണ്ടത്? വാട്ട് ഡു യു നീഡ് ടു അച്ചീവ് ഇറ്റ്? എന്തൊക്കെ പരിശ്രമങ്ങളാണ് നിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്? അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് വേണ്ടത് എന്ന് കണ്ടെത്തുകയും അത് നമ്മൾക്ക് മറികടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഗോളിലേക്കുള്ള ആ ദൂരം കുറയ്ക്കുവാനും നമ്മളുടെ ആ ഒരു ജീവിതത്തിൻ്റെ തന്നെ ഒരു ഹാപ്പിനെസ് നേടിയെടുക്കാനും നമ്മുടെ ആ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം നേടിയെടുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. സോ ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ എപ്പോഴും